ഒരു പതിറ്റാണ്ടോളം മുംബൈ ഇന്ത്യൻസിന്റെ അമരത്തിരുന്ന രോഹിത് ശർമ്മ ഇനി ക്യാപ്റ്റൻ സ്ഥാനത്തില്ല. IPL താരലേലത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആരാധകരെ ഞെട്ടിച്ച് ആ തീരുമാനമെത്തുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ രോഹിത് ശർമ്മയ്ക്ക് പകരം 2024 സീസണിൽ ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ നായകനാകും. സച്ചിനോടുള്ള ആവേശം കൊണ്ടാണ് ഒരു വലിയ ജനത മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരായത്. എന്നാൽ ആരാധകരുടെ അഭിമാനവും ആവേശവും വാനോളം ഉയർത്തിയത് അയാളാണ്. 2013 സീസണിന്റെ പാതി വഴിയിൽ വെച്ച് റിക്കി പോണ്ടിങ്ങിൽ നിന്നും ക്യാപ്റ്റൻസി ഏറ്റെടുത്ത നീലപ്പടയുടെ സ്വന്തം ഹിറ്റ്മാൻ. സച്ചിൻ മുതൽ റിക്കി പോണ്ടിങ് വരെ നായകസ്ഥാനത്തിരുന്ന മുംബൈ ഇന്ത്യൻസിന് 2013 മുൻപ് ഒരു സീസണിൽ പോലും കിരീടം നേടാൻ സാധിച്ചിരുന്നില്ല. ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആരാധകർ നിരാശയിലാണ്ട വർഷങ്ങൾ. ആ നിരാശയ്ക്കിടെയാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റനായുള്ള എൻട്രി. ക്യാപ്റ്റൻ എന്ന നിലയിലെ ആദ്യ സീസണിൽ തന്നെ മുംബൈയെ IPL ചാമ്പ്യന്മാരാക്കി. തുടർന്ന് 2013 ചാമ്പ്യൻസ് ലീഗ് 2020 ടൂർണമെന്റിലും മുംബൈ ജേതാക്കളായി. പിന്നീട് അങ്ങോട്ട് നീലപ്പടയുടെ തേരോട്ടമാണ് IPL കണ്ടത്. 11 സീസണുകളിൽ ടീമിന്റെ അമരത്തിരുന്ന രോഹിത് 5 തവണ കിരീടമുയർത്തി. കൂടുതൽ IPL കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റന്മാരിൽ തല ധോണിയുടെ തലപ്പൊക്കത്തിനൊപ്പം തന്നെയാണ് രോഹിത് ശർമ്മയും. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഹിറ്റ്മാനെ മാറ്റിയതിൽ ആരാധക രോഷം കത്തുകയാണ്. 2 സീസൺ മുൻപ് മുംബൈ വിട്ട് ഗുജറാത്തിലേക്ക് പോയ ഹാർദിക് പാണ്ഡ്യയെ തിരിച്ചു വിളിച്ച് ക്യാപ്റ്റനാക്കിയതാണ് ഭൂരിഭാഗം ആരാധകരെയും ചൊടിപ്പിച്ചത്. ടീമിന്റെ തൊപ്പിയും ജേഴ്സിയും ആരാധകർ കത്തിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ടീമിനെ അൺഫോളോ ചെയ്യാനുള്ള ആഹ്വാനം ലക്ഷങ്ങളാണ് ഏറ്റെടുത്തത്. ഒരു വർഷമായി രാജ്യാന്തര 2020 മത്സരങ്ങൾ കളിക്കുന്നില്ലെങ്കിലും ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ്. IPL മുംബൈ ടീമിലുണ്ടായ തലമാറ്റം ഇന്ത്യൻ 2020 ടീമിലും പ്രതിഫലിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.